Good morning, everyone. Sorry, എനിക്ക് മസിൽ ക്രാംസ് കൂടുതലുള്ളതുകൊണ്ട് that's why I got really late. Apologies for that. ആടുജീവിതത്തിൻ്റെ ഹണിമൂൺ ഫേസിലുണ്ടായ ആളാണ് ഞാൻ. The best part of ആടുജീവിതം there was lot of water and lot of greenery and lot of peace. And then yes, എല്ലാവരും ഒരു മേജർ ട്രാൻസ്ഫർമേഷനിലൂടെയാണ് പോയത്. ഇപ്പോൾ ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്കെഡ്യൂളിൽ കണ്ടത്. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ വാസ് സീയിങ് ലൈക്ക് എല്ലാവരുടെയും വെരി ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കലി ഇമോഷണലി. ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്ലസ്സിനെ കണ്ടപ്പം ഐ റിമെമ്പർ ഹി വാസ് ലുക്കിംഗ് വെരി വീക്ക് ആൻഡ് വെരി അൺഹെൽത്തി. ആൻഡ് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. And like I said, like Blessing's body is trying to catch up with his passion. Like body atra weak aayirundengilum, even though he was sick, he was going through some diet and all, but in spite of all that, he was only talking about the film. And അത് കഴിഞ്ഞിട്ട് ബ്ലസ്സിനെ കണ്ടപ്പോൾ ബ്ലസ്സിയേട്ടൻ വാസ് ടെല്ലിങ് സൈനുവിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള നജീബ് ഇല്ലാതെ സൈനു അനുഭവിച്ച ഒരു ജീവിതം, സൈനു എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. സോ like physically, even Prithvi and I was just seeing some pictures and some rushes and all. In fact, 2021 ഡബിന് വേണ്ടിയിട്ട് ഒരു പാച്ച് ഡബിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പം ഐ വാസ് സീയിങ് എ ടീസർ. അപ്പോൾ ആ ടീസർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡിഡ്ന്റ് റെക്കഗ്നൈസ് പൃഥ്വി ഇൻ ദാറ്റ്. ഹി വാസ് ഇൻ ദ ടീസർ ആൻഡ് ഐ എം ലൈക്ക് അത് ആരാണ് ആക്ടർ ആരാന്ന് ഞാൻ ചോദിച്ചപ്പോൾ then they said that's Prithvi. And I'm like, what? Please play it again. So yeah, അത് കഴിഞ്ഞിട്ട് everybody, all of them were unrecognizable. And even the film took over into a different different feel altogether. And again I'm back in the honeymoon phase of Aadijeevitham, the best phase, I think the very easy phase. So for me the journey has been I'm like a tiny drop in this ocean, but I'm very very grateful and blessed to be a part of this project. Yeah. What's the question?